അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതെന്തോ അവരുടെ ബന്ധുക്കളാണെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അവര് തമ്മിലുള്ള കുടുംബപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള വിരോധം കൊണ്ട് ചെയ്യപ്പെട്ടതാണെന്നാണ് ഇപ്പൊ ഊഹിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അത് അവരെ രണ്ടാളെയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതായിരിക്കും. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് എന്തോ പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. അത് ആ കുട്ടി അവരുടെ ഇടയിൽ പെടുകയോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നില്ല. എന്നാലും അത് ചെയ്തപ്പോൾ കുട്ടി അതിനകത്തിൽ ഇടപെടുകയും അല്ലെങ്കിൽ ആ കുട്ടിയെ പിടിച്ചു മാറ്റുന്ന അവസരത്തിൽ പറ്റി പരിക്കാകാം. പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം അവിടെ ആത്മഹത്യാശ്രമം, അതായത് തന്നെ നരമ്പ് മുറിച്ച് ആത്മഹത്യാശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അവരെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്. കാരണം അവരെ വളരെ ദാരുണമായ രീതിയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം സ്വന്തം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ അദ്ദേഹം കരുതി കൂട്ടി അവരെ ഏതെങ്കിലും രീതിയിൽ വകവരുത്തുകയും തുടർന്ന് താനും ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അദ്ദേഹം അത് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ കൊലപാതകം അദ്ദേഹം മരിക്കാനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ മരിക്കില്ലായിരിക്കാം. അപ്പോ അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കൊലപാതകം എന്നതിനേക്കാൾ ഉപരി മറ്റേ ആ കുട്ടിയെ പരിക്കേൽപ്പിച്ച ഉൾപ്പെടെയുള്ള കേസ്, അല്ലെങ്കിൽ ആ വീട്ടിൽ അതിക്രമിച്ച് കിടന്ന്, അങ്ങനെ ഒരുപാട് വകുപ്പുകൾ അതിനകത്തിൽ വരും. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതിനും ഇതിനോടുകൂടി തന്നെ കേസ്, അതിന്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ വേറെ ആയിട്ടൊരു കേസ് FIR എടുക്കേണ്ടി വരും. അതനുസരിച്ച് 2 കേസുകൾ ഒരേ സമയം അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാവും. അത് അന്വേഷണം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ 2 കേസും ശിക്ഷിക്കപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഈ ശിക്ഷാ നടപടി 2 കൊലപാതകം നടത്തിയ ഒരാൾക്കുള്ള ഒരു ശിക്ഷാ നടപടി എങ്ങനെയാണ്? എത്ര കാലം ഇയാളിപ്പോൾ ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്തിനാണ് താങ്കൾ പറഞ്ഞ പോലെ ഒരു കുടുംബ പ്രശ്നമാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. മകന്റെ പേരിലുള്ള ഒരു തർക്കമാണോ ഇതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. ഇയാൾ അതിനുശേഷം മരിക്കാൻ ശ്രമിച്ചത് ഒരുപക്ഷെ കുറ്റബോധം കൊണ്ടാകാനാണോ സാധ്യത? അതല്ലെങ്കിൽ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുക, അങ്ങനെ അത്തരത്തിലുള്ള ഒരു ചിന്തയും വരാൻ സാധ്യതയില്ലേ? അല്ല, അദ്ദേഹത്തിന് ഇവരെ കൊലപാതകത്തിന് അവരെ വെട്ടി പരിക്കേൽപ്പിച്ച് അവര് മരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും. മരിച്ചതിന് ശേഷം എന്തായാലും ശരി, തനിക്ക് തൂക്കുകയറോ ജീവപര്യന്തോ കിട്ടും, പിന്നെ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും ഞാനും ഇതോടുകൂടി ജീവനം അവസാനിപ്പിച്ചേക്കാം എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഈ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന്റെ പിന്നിലെ പ്രേരക ഘടകം വളരെ ഗൗരവമുള്ളതായിരിക്കും. എന്തായിരിക്കും, ചിലപ്പോൾ അവർ തമ്മിലുള്ള മറ്റേതെങ്കിലും തർക്കമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള വിഹിതമോ അല്ലെ നേരത്തെയുള്ള മുൻബന്ധങ്ങളോ അതിനെ തുടർന്നുള്ള ഏതെങ്കിലുമൊക്കെ തർക്കങ്ങളായിരിക്കും. അതെന്താന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. ഒരുപാട് രീതിയിൽ അതിനെ മാറ്റപ്പെടാൻ, അതിന്റെ യാഥാർത്ഥ്യങ്ങളെ മാറ്റപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അത് അന്വേഷിച്ച് പോലീസ് പറയുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് കൊലപാതകം ചെയ്യണമെന്നുള്ള പൂർണ്ണ ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണ്. കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് എന്തായാലും ശിക്ഷ കിട്ടും, തനിക്കിനി ഒരു ജീവിതമില്ല എന്ന് അറിഞ്ഞപ്പോൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ചെയ്യപ്പെട്ടതായിരിക്കും. അത് കൂടുതൽ ഗൗരവതരമായിട്ട് അദ്ദേഹത്തിന് ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചതാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. എന്തായാലും എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് അറിയുന്നത് വരെ പറയാൻ പറ്റില്ല. 2 കേസായിട്ട് ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. ആത്മഹത്യാശ്രമത്തിന് വേറൊരു കേസും കൊലപാതകത്തിന് വേറൊരു കേസുമായിട്ടാണ് പോകുന്നത്. 2 കേസും നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ശിക്ഷിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതിന് അതിന്റെ മോട്ടീവ് എന്താണ്, ഇതിന്റെ ഉള്ള പ്രേരക ഘടകം എന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പരമാവധി ശിക്ഷ കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.